അപ്പോൾ ഇതായിരിക്കാം ഒരു കാരണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ആൺപൂവും പെൺപൂവും മനസ്സിലാവാന്ന് ചോദിച്ചാൽ, ഇതിന്റെ പൂവ് എന്ന് പറഞ്ഞാൽ ചെറിയ പൂവാണല്ലോ. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. ആ പൂവ് വിരിഞ്ഞതിന്റെ തൊട്ട് താഴെ ആയിട്ട് ചെറിയൊരു തരിപ്പ് പോലെ ഉണ്ടോ, അത് ചില നമ്മളെ റംബൂട്ടാന്റെ മേലുള്ള ശലകങ്ങളുണ്ടല്ലോ, അതുപോലെ ചെറിയൊരു തരിപ്പ് കാണാം. അത് പെൺപൂവാണ്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ റംബൂട്ടാൻ കൃഷിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അത് റംബൂട്ടാൻ കൃഷിയിൽ പൂവ് കൊഴിച്ചിൽ, കായ് കൊഴിച്ചിൽ ഇതെങ്ങനെ പരിഹരിക്കാം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മൾ ഈ റംബൂട്ടാൻ. അപ്പോൾ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയിൽ അത് നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കൃഷിക്കാർ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാം. കാരണം അവർ കൃഷി ഭവനും അവർ കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പോൾ പൂ കൊഴിച്ചിലും കായ് കൊഴിച്ചിലും എന്താണ് കാരണം എന്നൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അതിനനുസരിച്ചിട്ടാണ് അവർ കൃഷി ചെയ്ത് പോകുന്നത്. പക്ഷെ നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് വെക്കുന്നവർ, അപ്പോൾ അവരൊക്കെ റംബൂട്ടാൻ വെക്കുമ്പോൾ അവരാണിത് കൂടുതലായിട്ട് ഡൗട്ടുകൾ ചോദിക്കുന്നത് കേട്ടോ. അതെച്ചാൽ പൂവ് കൊഴിഞ്ഞു പോകുന്നു, പൂവ് കരിഞ്ഞു പോകുന്നു, അതേപോലെ കായ് ആകുമ്പോൾ കായ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു. ഇതിനൊക്കെ എന്താണ് പരിഹാരം എന്നുള്ളത്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇപ്പം അമിതമായിട്ടുള്ള ചൂട്, അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ, ഈ കാരണങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ പ്രധാനമായിട്ട് പോഷകക്കുറവിന്റെ കാരണങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. ഇപ്പൊ റംബൂട്ടാനിൽ പല വെറൈറ്റികളുണ്ട്. ഇപ്പൊ നല്ല രീതിയിൽ എല്ലാവരും വാങ്ങി വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിരുന്നു N18. കാരണം N18 ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുരുവിന്റെ മേലെ ആ പഴം ഒട്ടിപ്പിടിച്ച് കിടക്കൂല, നല്ല വിട്ടിട്ട് തന്നെ കിടക്കും. നമുക്ക് നല്ല രീതിയിൽ തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ പല വെറൈറ്റികളും ഉണ്ട്. അപ്പൊ നമ്മൾ പ്ലാന്റ് വാങ്ങി വെക്കുമ്പോൾ ചില പ്ലാന്റ്സിന് ആൺപൂവ് മാത്രമേ വരുള്ളൂ. അപ്പൊ ആൺപൂവ് മാത്രം വരുന്ന പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ വെച്ച് പിടിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, വെട്ടിക്കളയുന്നതാണ് നല്ലത്. ആൺപൂവും പെൺപൂവും രണ്ടും കൂടി മിക്സ് ആയിട്ട് വന്നാൽ മാത്രമേ അതിന് കായ്ഫലം കിട്ടുള്ളൂ. അപ്പോൾ ആൺപൂവ് മാത്രം വരുന്നതെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കായ് ആവാതെ കുഞ്ഞു. പലരും എന്നോട് പറയലുണ്ട് പൂവ് ഇങ്ങനെ വരുന്നു, പക്ഷെ എല്ലാ വർഷം പൂക്കുന്നുണ്ട്, പക്ഷേ ഇതിന് കറക്റ്റായിട്ട് കായ്ഫലം കിട്ടുന്നില്ല, പൂവ് കുറച്ച് കഴിയുമ്പോൾ കരിഞ്ഞു പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഇതായിരിക്കാം ഒരു കാരണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ആൺപൂവും പെൺപൂവും മനസ്സിലാവാന്ന് ചോദിച്ചാൽ, ഇതിന്റെ പൂവ് എന്ന് പറഞ്ഞാൽ ചെറിയ പൂവാണല്ലോ. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. ആ പൂവ് വിരിഞ്ഞതിന്റെ തൊട്ട് താഴെ ആയിട്ട് ചെറിയൊരു തരിപ്പ് പോലെ ഉണ്ടോ, അത് ചില നമ്മളെ റംബൂട്ടാന്റെ മേലുള്ള ശലകങ്ങളുണ്ടല്ലോ, അതുപോലെ ചെറിയൊരു തരിപ്പ് കാണാം. അത് പെൺപൂവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആൺപൂവിന് അത് ഉണ്ടാവൂല. അപ്പോൾ ആൺപൂവ് മാത്രം വരുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ അതിന് കായ്ഫലം കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നാണ് ഈ റംബൂട്ടാൻ കായ് ആയതിനു ശേഷം കൊഴിഞ്ഞു പോകുന്ന ഒരുപാട് വീഡിയോസും ഫോട്ടോസും പലരും അയച്ചു തരാറുണ്ട്. കാരണം നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകുന്നതെന്നൊക്കെയുള്ള. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിൽ, അമിതമായിട്ടുള്ള വെയിൽ, അതേപോലെ ചെടിക്ക് സ്ട്രെസ്, വെള്ളത്തിൻ്റെ കുറവ്, അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ, ഈ കാരണങ്ങൾ മാറ്റി നിർത്തിയാൽ പ്രധാനമായിട്ടും അതിന് കറക്റ്റ് പൊട്ടാസ്യം കിട്ടാത്തതിൻ്റെ കുറവാണ് അങ്ങനെ വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ്, ബോറോണിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ SOP വളം ഉണ്ടല്ലോ, സൾഫേറ്റ് ഓഫ് പൊട്ടാസ്യം, അയച്ചാൽ വാട്ടർ സോളിബിൾ ആണ്, ഫോളിയർ ആയിട്ട് കൊടുക്കുന്ന വളമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ വളം നമ്മൾ എടുക്കുക. ഒരു അത്യാവശ്യം വലിയ റംബൂട്ടാൻ മരമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് 5 ഗ്രാം വരെ SOP എടുക്കാം. 5 ഗ്രാം SOP എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ കലക്കിയിട്ട് രാവിലെ ഒരു 7 മണി സമയം, അല്ലെങ്കിൽ 7 മണിൻ്റെ തൊട്ട് മുന്നായിട്ട്, കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരു 8 മണി വരെയൊക്കെ ടൈം എടുക്കാം. 7 മണി ആ ഒരു സമയങ്ങളിൽ ഇലകളിൽ ഫൈൻ സ്പ്രേ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സ്പ്രേ ചെയ്തു. ഇത് നമുക്ക് ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു പോയാൽ ചെടിക്ക് കിട്ടേണ്ട പൊട്ടാസ്യം കറക്റ്റായിട്ട് തന്നെ ചെടിക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ബോറോൺ, അയച്ചാൽ മൈക്രോ ന്യൂട്രിയൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ബോറോണാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ബോറോൺ നമുക്ക് കറക്റ്റ് കൊടുക്കാൻ എന്താ നല്ലത്, നമ്മൾ ടാറ്റൻ്റെ സോളിബോർ ഉണ്ടല്ലോ, ടാറ്റൻ്റെ സോളിബോർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ 20% ബോറോൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ തന്നെ 2 ഗ്രാം എടുത്താൽ മതി. 5 ഗ്രാമിൻ്റെ അടുത്തൊന്നും പോകണ്ട, 2-3 ഗ്രാം എടുത്താൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അത് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇന്നിപ്പോൾ SOP കൊടുത്താൽ നാളെ തന്നെ നമുക്ക് ബോറോൺ കൊടുക്കാം. അപ്പോൾ ഇതൊരു 10 ദിവസം ഗ്യാപ്പിൽ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ പൂ വിടുന്ന സ്റ്റേജിൻ്റെ തൊട്ട് മുന്നായിട്ട്, ചിലപ്പോൾ ഒരു ഡിസംബർ, ജനുവരി ആ മാസങ്ങളിലൊക്കെ മണ്ണൊന്ന് കുമ്മായക്കൊട്ട് ഒന്ന് അസിഡിക്ക് മാറ്റുന്നത് നല്ലതാണ്. മണ്ണൊന്ന് ന്യൂട്രലാക്കി വിടുക. പിന്നെ ലേശം ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. വെച്ചാൽ ചാണകപ്പൊടി, അമിതമായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണ്ട. ചാണകപ്പൊടി, അതുപോലെ കുറച്ച് മീൽ, പൊട്ടാസ്യം അടങ്ങിയ ഇപ്പോൾ പൂക്കുന്നതിന് മുന്നാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് അടങ്ങിയ വളം, പൂത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം അടങ്ങിയ വളം, അങ്ങനെ മിക്സ് ചെയ്ത് അടിവളം ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചാൽ പൂവിട്ട ആ ഒരു ടൈമിൽ അമിതമായിട്ട് നനയ്ക്കാതിരിക്കുക. പക്ഷെ പൂവിട്ട് കായ് ആവുന്ന ആ ഒരു ടൈമിലുണ്ടല്ലോ അത്യാവശ്യം വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഈ SOP കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ 10 ദിവസം. അപ്പോൾ ഈ SOP കൊടുക്കുന്നതിൻ്റെ തലേന്ന് നമ്മൾ ഒരു വൈകുന്നേരം നല്ല രീതിയിൽ മണ്ണൊന്ന് ആക്കി വെക്കുക, അല്ലെങ്കിൽ അതിരാവിലെ ചെയ്താലും മതി. മണ്ണ് നല്ല രീതിയിൽ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ കായ്ഫലം കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് തടയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്